ആകാശ ദുരന്തത്തിന്റെ കാരണം തേടുകയാണ് രാജ്യം. DGCAയും വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും അന്വേഷണം നടത്തും. ബ്രിട്ടൻ, അമേരിക്ക രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധ സംഘം അഹമ്മദാബാദിലെത്തും. ബോയിംഗ് കമ്പനിയും ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ബന്ധുക്കൾ അഹമ്മദാബാദിലേക്ക് എത്തുകയാണ്. DNA പരിശോധനയും പുരോഗമിക്കുകയാണ്. സിബി വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സിബി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അപകടം എങ്ങനെ സംഭവിച്ചു, അതിന്റെ കാരണം എന്താണ് എന്നത് അറിയുകയാണ്. അതിനുള്ള വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്താരാഷ്ട്ര സംഘങ്ങളും ഈ അന്വേഷണത്തെ സഹായിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? മനു, തീർച്ചയായും ഈ വിമാനാപകടത്തിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം ഒരു തീഗോളമായി അപകടത്തിൽപ്പെട്ടു? പ്രത്യേകിച്ച് ബോയിങ് പോലുള്ള വളരെ സുരക്ഷിതമെന്ന് അവകാശപ്പെടുന്ന ആ വിമാനമാണ് ഇത്തരത്തിൽ ഒരു അഗ്നിഗോളമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കാരണം തേടിക്കൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നേരത്തെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് പിന്നാലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഈ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. AAIBയുടെ ഡയറക്ടർ ജനറൽ അടക്കം എല്ലാത്തിൻ്റെയും അഹമ്മദാബാദിൽ ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഈ അന്വേഷണവുമായി സഹകരിക്കുമ്പോൾ തന്നെ ഈ അന്വേഷണവുമായി സഹകരിച്ചുകൊണ്ട് പൂർണ്ണ പങ്കാളികളായിക്കൊണ്ട് ബ്രിട്ടൻ, അതോടൊപ്പം തന്നെ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ഏറ്റവും വിദഗ്ധ സംഘവും കൂടി ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അവരും ഈ അഹമ്മദാബാദിലേക്ക് എത്തും, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യും. ഏറ്റവും വിദഗ്ധരായ വൈദഗ്ധ്യമുള്ള ആളുകൾ തന്നെ ഈ ഒരു അന്വേഷണവുമായി സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വിപുലമായ അന്വേഷണമാണ്, പല അന്താരാഷ്ട്ര ഏജൻസികൾ ഉപയോഗിച്ചുള്ള വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ ബോയിങ് കമ്പനിയെ സംബന്ധിച്ച് ഒരു വലിയ ആഘാതത്തിലാണ് ഈ ബോയിങ് കമ്പനിയെ സംബന്ധിച്ച്. US കമ്പനിയായ ബോയിങ് കമ്പനിയും ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് 2020 എല്ലാം തന്നെയും ഈ 777 സീരീസ് വിമാനം സംബന്ധിച്ചെല്ലാം തന്നെയും ഇതിൻ്റെ നിർമ്മാണത്തിൽ എല്ലാം തന്നെയും ചില അപാകതകളുണ്ടായി, ചില വീഴ്ചകളുണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ അസംബ്ലി മേഖലയിലെല്ലാം തന്നെയും ചില കുറവുകളുണ്ടായി എന്നൊക്കെ ചില വിവാദങ്ങൾ അന്ന് ഉടലെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അത് ബോയിങ് കമ്പനിക്ക് വലിയ ഓഹരി വിപണിയിലേക്ക് അടക്കം വലിയ കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് ആഭ്യന്തര അന്വേഷണം ബോയിങ് കമ്പനിയും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഈ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ്, 2 ബ്ലാക്ക് ബോക്സ് ആണുള്ളത്. അതിൽ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് മാത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മുൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സും കണ്ടെത്തേണ്ടതുണ്ട്. പിൻഭാഗത്ത് വലിയ രീതിയിൽ കത്തി അമരാത്തത് കൊണ്ടാണ് ഈ ഒരു പിൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തിയാൽ മാത്രമേ കൃത്യമായ അപകട കാരണം വ്യക്തമാകുകയുള്ളൂ.